കുമാർ, ED, NIA പോലുള്ള അന്വേഷണ ഏജൻസി, PMLA പോലുള്ള വകുപ്പുകൾ ഇപ്പോൾ ഒരു ഇലക്ഷൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. BJP ഈ പറഞ്ഞ റെഡ്ഡിമാരുടെ അടുത്തും പണം വാങ്ങും, ഈ പറഞ്ഞ അരവിന്ദോ ഫാർമയിൽ നിന്ന് പണം വാങ്ങും, അതൊരു സൈഡിൽ കൂടെ നടക്കും. അന്വേഷണ ഏജൻസികളുടെ നീക്കം ഒരു സൈഡിൽ കൂടെ അങ്ങനെ നടക്കും. അങ്ങനെ എല്ലാം കൃത്യമായി നടക്കുന്ന, സാധാരണമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്നങ്ങ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമോ ശ്രീ കെ അനിൽകുമാർ? ആദ്യമായിട്ട് കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, അങ്ങനെ ഉദാഹരണം ഒരു മര്യാദയുള്ള കാര്യമായിരുന്നില്ല. അതിന് കാരണം കേരള മുഖ്യമന്ത്രിയെ ഒരു ചോദ്യം ചെയ്യാൻ തക്കവണ്ണമെന്നല്ല, ഒരു നോട്ടീസ് അയക്കാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു കേസ് നിലവിലുണ്ടോ? ഒരാരോപണം നിലവിലുണ്ടോ? താങ്കൾ അത് പിടിക്കും. ഞാൻ ഒരു കെട്ടുകഥ നിലപാട് എന്താണെന്ന് അറിയാൻ വേണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രി അറസ്റ്റ് ഞാൻ പറയല്ല. ഞാൻ അവിടുത്തെ തന്നെ പിടിക്കും. പിണറായി വിജയന്റെ ചങ്കത്ത് പെര വെക്കാൻ വേണ്ടി കുറെ പേര് നടക്കുന്നുണ്ട്. ആ കൂട്ടം ഹാഷ്മിയുണ്ട്, ഹാഷ്മിയും പിടിക്കും. അത് നടക്കുന്ന കേസല്ല ഇവിടെ. അത് നരേന്ദ്രമോദി മുതൽ ഹാഷ്മി വരെ ആരാണെങ്കിലും ആ ആളുകളോടെല്ലാം പുലികൾ പൊരുതുന്നത് പോലെ കേരള സമൂഹം പൊരുതും. അതിന് കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരാഖ്യാനത്തിനും കീഴ്വഴങ്ങുന്ന ഒരാളല്ല പിണറായി വിജയൻ. ഇവിടെ BJPക്കാർ ഏതാണ്ട് കേരളത്തിലെ സർക്കാരിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഔദാര്യം കാണിക്കുന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നത് എന്ന കോൺഗ്രസ്സുകാരുടെ ആഖ്യാനം ഉണ്ടല്ലോ. ആ ആഖ്യാനം വെച്ചുകൊണ്ട് നടക്കുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് നിങ്ങൾ ചെയ്യാവുന്ന അങ്ങോട്ട് ചെയ്യുക. അത് ഹാഷ്മിയോടും കൂടെ പറയുകയാണ്. അതുകൊണ്ട് ഇത്തരം ഉദാഹരണമായിട്ട് മേലെ വരരുത്. അല്ലെങ്കിൽ നമുക്ക് ഔത്ത തന്നെ ചർച്ച ചെയ്യാം, എനിക്കൊരു മടിയില്ല. അത് മേലെ വരരുത്. ഞാൻ ഹാഷ്മി ഉദാഹരണം ഉദാഹരിച്ചു. എന്താ ഉദാഹരണം? മനസ്സിലെ പൂതിയാണ്. റോബർട്ട് വദ്രയെ ചോദിക്കും ഹാഷ്മി. നേതാവ് മാത്രമല്ലേ പിണറായി ഉള്ളൂ? അങ്ങനെ മുറിപ്പെടല്ലേ സർ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ. താങ്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ അല്ലേ? എന്റെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതി, ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറരുത്. എൻ്റെ പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ കോൺഗ്രസിൻ്റെയും BJPയുടെയും മറ്റു പാർട്ടികളുടെയും മുമ്പിൽ അതിൽപ്പെടാതെ തലയുയർത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ പാർട്ടിയെ ഈ രാജ്യത്ത് അഴിമതി വിമുക്തമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കാലെ തൊലിയില്ലാതെ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ മഹനീയമായ ത്യാഗത്തിൻ്റെ മേലെ ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തി യുദ്ധം ജയിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും മുഖ്യമന്ത്രിയുമായ സഖാവ് ജയിലിൽ കിടക്കണം. എന്തിന്? ഏത് കേസിൽ? അങ്ങനെ കേസുണ്ടോ സാർ? ആര് പറഞ്ഞു? അപ്പൊ നിങ്ങളുടെ ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുന്നത് പലരുടെ ആഗ്രഹമാണ്. അനിൽകുമാർ, ഞാൻ ദീപ്തിയോട് ചോദിച്ച ചോദ്യത്തിന്റെ എസൻസ് എന്താണ്? എന്റെ വാദം പറയട്ടെ. അങ്ങയുടെ വികാരം വ്രണപ്പെട്ടതുകൊണ്ട് അങ്ങ് വല്ലാതെ വേദനിക്കുകയാണ്. അങ്ങയുടെ വികാരം വ്രണപ്പെട്ടതുകൊണ്ട് അങ്ങ് വല്ലാതെ വേദനിക്കുകയാണ്. ദീപ്തിയോടെ ചോദ്യം എന്താണ്? ദീപ്തിയോട് ചോദ്യം, ഈ പരമാവധി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ രാഷ്ട്രീയ വേട്ടൻ CPM പറയുമ്പോൾ നിങ്ങൾ ഡൽഹിയിൽ രാഷ്ട്രീയ വേട്ട ആരോപിക്കുമ്പോൾ ഇവിടെ നിന്ന് DDയുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് കോൺഗ്രസ് ഇരട്ടത്താപ്യം ചോദിക്കുകയാണ്. അനിൽകുമാർ, എന്താണ് ആ ചോദ്യം ചോദിക്കാൻ പിണറായി വിജയനെ ഉദാഹരിക്കേണ്ട. ഞാൻ പറ്റിയ ഉദാഹരണം പറയാം. ദീപ്തിയോട് ചോദിക്കുമ്പോൾ പറ്റിയ ഉദാഹരണം ഹാഷ്മിക്ക് ഞാൻ പറഞ്ഞുതരാം. റോബർട്ട് വദ്രയെ ഹാഷ്മിക്ക് അറിയാമല്ലോ. രാഹുൽ ഗാന്ധിയുടെ അളിയൻ, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, സോണിയാഗാന്ധിയുടെ മരുമകൻ. DLF അഴിമതി കേസ് 170 കോടി രൂപയാണ് അവിടെ കൊണ്ട് കൊടുത്തത്. ആ രൂപ കൊടുത്തില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഈ 3 വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രധാനപ്പെട്ട ആ കുടുംബാംഗം ജയിലിൽ കിടക്കത്തില്ലായിരുന്നോ? എന്താ ഹാഷ്മിക്ക് ആ ചോദ്യം ഉണ്ടാകാതിരുന്നത്? റോബർട്ട് വദ്രയെ കുറിച്ച് ഞാൻ പറയുന്നത് ഹാഷ്മിക്ക് ആ ചോദ്യം ഉണ്ടാകാതിരുന്നത്. ഞാൻ പറയട്ടെ, എന്റെ സമയത്ത് ഇടപെടരുത്. ഈ ചർച്ച ശരിയല്ല. എന്റെ സമയത്ത് ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ പറയുമ്പോ ഇടപെടരുത്, ദയവായി ഇടപെടരുത്. ഞാൻ ഒരു കാര്യം ചെയ്തേക്ക്. സാന്തിയോഗ മാർട്ടിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാരാ? പിന്നെ DLF നിങ്ങൾക്ക് ക്ഷീണമാക്കി. ഓക്കെ, സാന്തിയോഗ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ആരാ കാശ് വാങ്ങിച്ചേ?
ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് മുഴുവൻ ഈ രാജ്യത്തെ ആളുകൾ പകൽ പോലെ കണ്ടിട്ടും പിന്നെ നിങ്ങൾ കേരള മുഖ്യമന്ത്രിക്കെതിരെ പിന്നെ അതിൻ്റെ നിങ്ങൾ അവതരിപ്പിച്ച ചെന്നിത്തല കൊള്ളാമല്ലോ. കരിമണൽ കമ്പനിയുടെ കയ്യിൽ നിന്നും കള്ളപ്പണം എണ്ണി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയ ആളാണ് രമേശ് ചെന്നിത്തല. ശരി, കാണിച്ചല്ലോ നിങ്ങൾ. ഹാഷ്മിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അല്ലല്ല, നിങ്ങൾ കാണിച്ച ഞാൻ ഇടപെടും. മാസപ്പടിയിലേക്ക് ഇതെല്ലാം കാണിക്കും. എന്നിട്ട് ചെന്നിത്തല എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഭയമില്ലെന്നേ. മാസപ്പടി എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോവോ? മാസപ്പടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോവോ? നിങ്ങളാരും പേടിപ്പിക്കണ്ട കേട്ടോ. ഒരു ചുക്കം ചെയ്യത്തില്ല. മാസപ്പടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി വീട്ടിൽ പോയി കിടക്കുകയാണോ? അങ്ങനൊന്നും ആരും പേടിപ്പിക്കണ്ട. ഒരു പേടിക്കാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. അത് വേറെ കഥ. ഒരു ചർച്ചയ്ക്കും ധൈര്യക്കുറവില്ല ഇവിടെ. ചെന്നിത്തല കൊണ്ട് എന്നാ ഇന്ന് കേൾപ്പിച്ചത് ഹാഷ്മി? ചെന്നിത്തല കൊണ്ട് എന്നാ ഹാഷ്മി കേൾപ്പിച്ചത്? കേരളത്തിൽ ഇടി വരില്ല. അത് പറയാൻ പറ്റിയ ആളെ ഹാഷ്മി അവതരിപ്പിച്ചു. ചെന്നിത്തലയുടെ ഈ KPCC കൊടുത്ത കണക്കിനകത്ത് കർത്താവിന്റെ കയ്യിൽ നിന്ന് ചെന്നിത്തല വാങ്ങിച്ച കാശിന്റെ കണക്ക് ഹാഷ്മിക്ക് കാണിച്ചു തരാമോ? നിങ്ങളൊരു യോഗ്യനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഏത് കാര്യത്തിൽ? കേരളത്തിലെ കീടി വരാത്തതിന് കാരണം അവതരിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു വക്താവിനെ, മുൻ പ്രതിപക്ഷ നേതാവിനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ആരാണ്? കരിമണൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണം വാങ്ങിച്ച ആളെയാണ് കൊണ്ടുവരുന്നത്. ED കേരളത്തിൽ വന്നാൽ ആരോട് ചോദിക്കണം? ED കേരളത്തിലേക്ക് വന്നാൽ ചെന്നിത്തലയോട് ചോദിക്കണം. ശരി, ആ ചെന്നിത്തലയോട് ചോദിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തെ തലകീഴായി ഉണ്ടാക്കി അത് പിണറായി വിജയന്റെ മേലെ വെക്കാനുള്ള നിങ്ങളുടെ ന്യായം. ആ ന്യായം നടക്കില്ല. ഇനി ഇവിടെ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ. അല്ലല്ല, നിങ്ങൾ സമയം തരുന്നില്ലെങ്കിൽ നമുക്ക് ചർച്ച മുന്നോട്ട് പോകാനാവില്ല. അല്ലല്ല, അങ്ങനെ ആവശ്യമില്ല. ദയവായി ഹാഷ്മിയോട് ഞാൻ പറയും, ഞാൻ അങ്ങനെ സമയം വേണ്ട. മതിയായ സമയം എടുത്താൽ നടക്കത്തില്ല. നിങ്ങൾ ഞങ്ങൾക്കെതിരെ എന്തും പറയും, എന്നിട്ട് ഞാൻ തിരിച്ചു പറയാൻ സമ്മതിക്കത്തില്ല. എന്റെ അല്ലല്ല, അത് ശരിയല്ല. ആ ചർച്ചയ്ക്ക് ഗുണമില്ല, അതിന്റെ കാര്യമില്ല. അങ്ങനെ ബുദ്ധിമുട്ടരുത്. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞേ പോകത്തുള്ളൂ. ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞതിന് മറുപടിയെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പുതിയൊരു കാര്യം പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ പ്രകോപനം മനസ്സിലാവുന്നില്ല? എന്തിനാണ് എന്നെ നരേന്ദ്രമോദി മുതൽ ഹാഷ്മി വരെ എന്നൊക്കെ പറഞ്ഞ് ബാലിശമായ വാദം ഉന്നയിച്ചുകൊണ്ട് എന്നെ പ്രതികൂടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചോദ്യം ഞാൻ ചോദിച്ചു ശരിയാണ്. ആ ചോദ്യം കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്ന ചോദ്യമാണ്. അത് അനിൽകുമാറിന് മനസ്സിലായിട്ടുണ്ട് ആ യുക്തി. പോട്ടെ, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. ആ ഒരു യുക്തിയും വേണ്ട. ആ ഹാഷ്മിയുടെ യുക്തി ഞങ്ങളുടെ പാർട്ടിയുടെ ചങ്കത്ത് വേണ്ട. ഇനി കെജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ ഒറ്റ കൊടുത്തത് കോൺഗ്രസാ. ആ കോൺഗ്രസ്സുകാരിയോടാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ഏത് ചോദിക്കുന്നത്? ഈ കോർപ്പറേറ്റ് ബോണ്ട് അഴിമതിയെല്ലാം നടത്തുകയും അതിനെല്ലാം കൂട്ടുനിൽക്കുകയും കെജ്രിവാളിനെ ജയിലിലിടാൻ വേണ്ടി BJPക്കാർക്ക് അവിടെ വെള്ളം കോരി കൊടുക്കുകയും ചെയ്ത കോൺഗ്രസ്സുകാരോടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമില്ലേ? ഡൽഹിയിലെ കേജ്രിവാളിനെ ജയിലിലിടാൻ ചെയ്ത അതേ കൃത്യമല്ലേ CPM-നെതിരെ കേരളത്തിനകത്ത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കള്ളങ്ങൾ, സ്വർണ്ണ കള്ളക്കടത്തിനെതിരെ ഇവർ കെട്ടിച്ചമച്ച കഥകൾ ഇവിടെ പോയി. നിങ്ങൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഈ അനിലക്കര അടക്കമുള്ള ആളുകൾ കൊണ്ടുകിടന്ന കെട്ടുകഥകൾ ഇവിടെ പോയി. കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഇവരുണ്ടാക്കിയ കഥകളെല്ലാം ഇവിടെ പോയി. ഒന്നിലും വസ്തുതയില്ല, തെളിവില്ല, ആരോപണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വരുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ പലതുമായി കൂട്ടിക്കെട്ടിയിട്ട് ഒരു സൗജന്യം CPM-ന് ധൈര്യമുണ്ട്. സംഭവിക്കില്ല എന്നുള്ള കാര്യം. ഓക്കെ, മാത്രമല്ല, ബാക്കി കൂടെ പറയാം. ഇല്ല, ഞാൻ അങ്ങനെ അങ്ങ് മാത്രമല്ല.